ഈദ് ഹോളിഡേയ്സൊക്കെ നടക്കുകയല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കരുതി നമുക്കിന്ന് എല്ലാവർക്കും കൂടെ ബീച്ചിലേക്ക് പോകാമെന്ന്. കാരണം കുറച്ചായി ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട്. ഇതാവുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടിയിൽ കുറേ ഡ്രസ്സും വാരി കെട്ടി ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലിഫ്റ്റൊക്കെ കയറി താഴെ ചെന്നു. ടാക്സിക്ക് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റുന്നൊരു ടാക്സി വേണ്ടേ. നമുക്ക് ചെറിയ ടാക്സിക്കകത്ത് അവർ 5 പേരെയൊന്നും കയറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വലിയ ടാക്സി വരാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷോ ഓഫൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കാം. അങ്ങനെ പിന്നെ ടാക്സിയൊക്കെ വന്ന് ഞങ്ങൾ നേരെ അൽഹിറ ബീച്ചിലേക്കായിരുന്നു വിട്ടത്. അപ്പം ടാക്സിയിൽ എന്നെ എടുത്ത് നേരെ പിറകി തട്ടി. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്നെ അങ്ങ് പിറകി തട്ടാൻ. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് നേരെ അൽഹിറ ബീച്ചിലേക്ക് വിട്ടിട്ടുണ്ട്. അൽഹിറ ബീച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമല്ല. ഞങ്ങൾക്ക് അവിടെ നിന്നൊരു 20 മിനിറ്റ്സ് മാക്സിമം, അല്ലെങ്കിൽ 15-20 മിനിറ്റ്സ് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അവസാനം നമ്മൾ അൽഹിറ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ. അന്ന് നമ്മൾ വെള്ളത്തിൽ ചാടാനും അങ്ങനെയൊന്നും അല്ല പോയത്. ജസ്റ്റ് ഒന്ന് ഈവനിങ് പോയി ഒന്ന് കണ്ട് കേട്ടു, നൈറ്റ് തിരിച്ചു വന്നു, അങ്ങനെ പോയി. പക്ഷേ ഇന്ന് ഞങ്ങൾ വെൽ പ്രിപ്പയർഡായിട്ട് പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളൊന്ന് പോയത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. ഓക്കേ.